ഡോക്ടർ ബി ജയരാജ്, ഈ സമരത്തെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ചിലരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ഹന്ന എലിസ് പീറ്റർ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധത മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്ന മാധ്യമ പ്രവർത്തകയാണ്. ഒപ്പം അരുന്ധതി റോയ്, കാശ്മീർ രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്ന് ഇടയ്ക്കിടെ വാദിച്ചുകൊണ്ടിരിക്കുന്ന അരുന്ധതി. അതുപോലെ കോളിൻ ഗോൺസാൽവസ്, മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി അജ്മൽ കസബിന് വേണ്ടി ദയാഹർജി സമർപ്പിച്ച ആൾ. പ്രശാന്ത് ഭൂഷൺ, യാക്കൂബ് മേമന്റെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന ആൾ. അതുപോലെ നന്ദിത നരൈൻ, കുനാൽ കംറ, പ്രകാശ് രാജ്, ഇവരുടെയൊക്കെ സാന്നിധ്യം ഈ സമരത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ ഈ ദിവസത്തെ അടക്കം ഫുട്ടേജസ് തപ്പിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതാണ് ഒരു രാജ്യവിരുദ്ധത സംശയിക്കുന്ന രീതിയിലേക്ക് CJPയുടെ സമരം മാറിയെന്ന വിമർശനത്തിന് കാരണം. നീലിമ, ആ വിഷയത്തിന് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾ, പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ്, അർബൻ നക്സലുകളുടെ ഇൻവോൾവ്മെൻറ്റ്. അരുന്ധതി റോയ് ദേശവിരുദ്ധയാണോ? അരുന്ധതി റോയ് എന്ന് തൊട്ടാണ് ദേശവിരുദ്ധയാക്കിയത്? അങ്ങനെയാണെങ്കിൽ അവരെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ ചെന്നത് ദേശവിരുദ്ധയാണെങ്കിൽ. ഈ നാട്ടിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനനുസരിച്ച് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങളിലൊന്നും ബാൻഡല്ല ഈ പറയുന്നത് പോലെ. അതുപോലെ പ്രകാശ് രാജ് എന്ത് ദേശീയ വിരുദ്ധയാണെന്ന് കാണിച്ചത്. അതുപോലെ പ്രശാന്ത് ഭൂഷൺ ഒരാൾക്ക് വേണ്ടി ഹാജരായി എന്ന് പറഞ്ഞാൽ ഒരു വക്കീലിൻ്റെ ഡ്യൂട്ടിയല്ലേ ആരാണെങ്കിലും. അജ്മൽ കസബിന് വേണ്ടി ദയാഹർജി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് രാജ്യവിരുദ്ധയാവും. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശാലാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് മാനവികതയിലേക്ക് കൈ നോക്കുമ്പോൾ ഉണ്ടായിരിക്കാം അത് രണ്ട് കാഴ്ചപ്പാടിൻ്റെ വിഷയമാണ്. അല്ലാതെ എപ്പോഴും ഒരു അപരത്വം, ഒരു ശത്രുത്വം, അല്ലെങ്കിൽ അകത്ത ശത്രുക്കൾ, പുറത്തെ ശത്രുക്കൾ, എന്തിനാണ് ഒരു ഇഷ്യൂവിനെ ആ ഇഷ്യൂ ആയിട്ട് കണ്ടാൽ പോരെ? അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇതിനകത്ത് ഈ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്ന്, AI ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറ, CCTV ക്യാമറ 5248 കേന്ദ്രങ്ങളിൽ വെച്ചു. രണ്ടാമത് ആധാർ കാർഡ്, ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടി ആധാർ കാർഡ് സ്ട്രിക്റ്റ് ആക്കി. ഈ രണ്ട് സാധനമാണ് ആകെപ്പാട് ഇതുവരെ ചെയ്തിരിക്കുന്നത്. ആധാർ കാർഡ് ഒരാളുടെ ദേശീയതയ്ക്ക് പോലും, ഒരാൾ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖ പോലും അല്ലെന്ന് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആധാർ കാർഡ് ആർക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോവാണ്. പാസ്പോർട്ടല്ല ഒരാളുടെ പൗരത്വം ഉണ്ടാക്കുന്ന. അങ്ങനെ പൗരത്വ ഭേദഗതിയായിട്ട് വിവിധ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. കോടതി വിളിച്ച് വിലക്കിയതാണ് ഇവരുടെ അഡ്ഹോക്കിസം. NTAയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അഡ്ഹോക്കിസം നിർത്തണം. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിനകത്ത് എറേഴ്സ് ഉണ്ട്, എറേഴ്സ് റെക്ടിഫൈ ചെയ്യണം. ആ എറേഴ്സൊക്കെ പറയുന്ന സമയത്ത് ചെയ്തിരുന്നെങ്കിൽ 2024 CBSE ICSE പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന പോലെയല്ല ഇത്തരത്തിലുള്ള എക്സാം. അവരുടെ പ്രതീക്ഷ, ഭാവിയുടെ പ്രതീക്ഷ തകരുന്നത്. അവരുടെ ഒന്നാമത് ജോലിയില്ലായ്മ, തൊഴിലില്ലായ്മ അങ്ങേയറ്റം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതി പഠിക്കാമെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ്റെ കടക്കിൽ കത്തിവയ്ക്കുന്ന എന്തുകൊണ്ടാണ് റീജിയണലിസം? ഇതിനകത്ത് റീജിയണൽ ഓരോ നാട്ടുകൾ, ഒരു സ്റ്റേറ്റിനും അതിൻ്റേതായ എക്സാം അവർ നടത്തട്ടെ എന്ന് വെക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തുന്നത്? അതിനകത്ത് എന്താണ് സംസ്ഥാനങ്ങളെ വിശ്വാസം?